ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യയ്ക്കുള്ള കറി നാരങ്ങ അച്ചാറാണ്. ഇരുമ്പ് ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണിന് വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചത്. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് അതിലേക്ക് ഇടാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്ന് ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണിന് വേണ്ടിയിട്ട് വറുത്ത് പൊടിച്ച ഉലുവ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ കായപ്പൊടി ഇടാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നമുക്കിത് ഇളക്കി കൊടുക്കാം. മുളകിൻ്റെ പച്ച മണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങൾ ഉപ്പിട്ട് വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇതുപോലെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഈ നാരങ്ങ കുറേ നാൾ ഇരിക്കും. അതാണ് ഞാൻ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഞാനിതിൽ ശർക്കരയൊന്നും ചേർത്തിട്ടില്ല. ഈ നാരങ്ങ ഇതിൽ കിടന്ന് കുറേ സമയം വേവണം. അതിന് ചെറിയ തീയിൽ നമുക്ക് ഇതിങ്ങനെ കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഈ നാരങ്ങയിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഞാൻ ഇതിൽ വിനാഗിരി ഒന്നും ചേർത്തില്ല, ശർക്കര ചേർത്തിട്ടില്ല. ഇത് നല്ല പുളിപ്പുള്ള നാരങ്ങയാണ്. ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് നാൾ ഇരിക്കും കേടുകൂടാതെ. ഇത് നമുക്ക് കുറച്ച് സമയം ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. നാരങ്ങ ഇതുപോലെ തിളച്ച് വേവണം. അപ്പോഴേ അതിൻ്റെ തൊലിയൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ. നാരങ്ങയുടെ ചാറൊക്കെ ഇതിലേക്ക് ഇറങ്ങി നല്ല ചാറോട് കൂടിയ നാരങ്ങയാണ്. ഇത് കുറച്ച് സമയം കൂടി നമുക്ക് വേവിക്കാം. ഈ നാരങ്ങ അരിയുമ്പോൾ അതിലുള്ള വിത്തെല്ലാം എടുത്ത് കളഞ്ഞ് വേണം അരിഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ വിത്ത് വേകുമ്പോൾ നല്ല കയ്പ്പായിരിക്കും. ഞാൻ വിത്തെല്ലാം കളഞ്ഞാണ് ഇത് വേവിക്കുന്നത്. ഇത് നല്ല പുളിയുള്ള നാരങ്ങയാണ്. ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുത്തു. കുറച്ച് സമയം കൂടി നമുക്കിത് വേവിക്കാം. കറി നാരങ്ങ നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. വെള്ളം നനവില്ലാത്ത കുപ്പിയിൽ മാറ്റി വയ്ക്കാം. സദ്യയ്ക്കുള്ള കറി നാരങ്ങ റെഡിയായി. ഞാൻ തയ്യാറാക്കിയ ഈ നാരങ്ങ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിന് ഇതേപോലെ നല്ലൊരു നാരങ്ങ കറി എല്ലാവരും വെക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.